ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മണിഗ്രാം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആനയൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങളും പോയിരുന്നു ആനയൂട്ടിന്. അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു. ഞങ്ങൾ ശാസ്താവിൻ്റെ അടുത്തൊക്കെ പോയി തൊഴുത ശേഷം തിരിച്ച് ആനയൂട്ട് നടത്തുന്നിടത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പരിസരം. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട്. അവിടെ മക്കള് ഇടയ്ക്ക് നീന്താൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. കൃഷ്ണ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലക്കുളം. വലിയ കുളമാണ്. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞാറ്റിയും പാറൂട്ടിയും അതുപോലെ തന്നെ മോനെയും കൊണ്ട് ഏട്ടൻ വരാറുണ്ട് അമ്പലക്കുളത്തിലേക്ക്. അപ്പം മഴയായതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരാറില്ല, നിറച്ചും വെള്ളമല്ലേ. അപ്പോൾ അവർക്ക് നീന്താൻ പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഇടയ്ക്ക് ലീവുള്ള ദിവസങ്ങളിൽ ശനി ഞായറൊക്കെ അധികം വരാറുണ്ട് ഇവിടെ. ഈ കുളത്തിൽ നിറച്ചും മീനുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നുണ്ണിയും ആദ്യം കൂടെ കുളത്തിലെ മീനിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണയെ കണ്ട്. കൃഷ്ണയുടെ കൈ നിറച്ചും കൊടയാണ്. രേഷ്മയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു, എന്താ ഇപ്പോൾ കൊട വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജിനു ആണ്, എൻ്റെ ഫ്രണ്ട്. തൊട്ടടുത്ത വീട്ടിലെയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അത് മക്കളെ പഠിപ്പിച്ച നഴ്സറിയിലെ ആയാണ് സരിതേച്ചി. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൂപ്പൺ എടുത്തിട്ടാണ് ആനയൂട്ടിന് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾ ഓടിക്കളിക്കുന്നുണ്ട്. അത് അപ്പൂസും പൊന്നു സ്വത്ത് അതുപോലെ തന്നെ തീർത്തി എല്ലാവരും ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ആനയൂട്ടിന് പോവാന്ന് പറയുകയാണ്. അത് ജിനുവിൻ്റെ ഭർത്താവ് പ്രമോദേട്ടൻ. അപ്പോൾ കൃഷ്ണയും വിളിച്ച്, കൃഷ്ണ നേരത്തെ ആനയൂട്ടാൻ കൊടുത്തു എന്ന് പറഞ്ഞു. പിള്ളേർ വന്ന് കയറിയപ്പോൾ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ നേരത്തെ കൊടുത്തു. അപ്പോൾ ഞാൻ വിളിക്കുകയാണ്, നമുക്ക് പോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കേട്ടോ. അവിടെ നിന്ന് കൂപ്പണൊക്കെ എടുത്തിട്ടാണ് ആനയൂട്ടിന് അവിടെ നിന്ന് കൂപ്പൺ എടുക്കണം. അപ്പോൾ അവരതിൽ പഴം, ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചോറ് ഇങ്ങനെ ഉരുട്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മേടിക്കുക, എന്നിട്ട് ആനയുടെ തുമ്പിക്കയിൽ അല്ലെങ്കിൽ വായിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആനയൂട്ടിന് 3 ആനകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അർജുൻ, മഹാദേവൻ, അതുപോലെ തന്നെ ഗജരാജൻ, മയ്യനാട് അരുണിമ, പാർത്ഥസാരഥി എന്നിങ്ങനെ 3 ആനകളായിരുന്നേ. മേളവും ഉണ്ടായിരുന്നു കേട്ടോ ആനയൂട്ടിനോടനുബന്ധിച്ച്. എന്തൊരു തലയെടുപ്പോടുകൂടിയാണ് 3 ആനകളും നിൽക്കുന്നത് നോക്കിയേ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോ താലത്തിൽ ഫുഡുമായിട്ട് ആനകൾക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണയെ വിളിക്കുകയാണ്, വായോ നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ണേട്ടനും കുഞ്ഞാറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പൊന്നു പേടിച്ചാണ് ചെല്ലുന്നത്. പൊന്നുവിന് പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വത്തിനെ എടുത്തിട്ട് ഞാനും സ്വത്തും പൊന്നുണ്ണിയും കൂടെ ഈ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക. അവരിങ്ങനെ തുമ്പിക്കയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. ചിലവരിങ്ങനെ വായയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം എനിക്ക് പേടിയാണ്. മക്കൾക്ക് ചെയ്യണമല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യത്തോടു കൂടെ ഇത്രയും അടുത്തൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആനയുടെ ഇത്രയും അടുത്ത് പോയി നിൽക്കുന്നത്. കുഞ്ഞുമണിയും ഓടിപ്പോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമണി കൊടുത്തതിന് ശേഷം അങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റ ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത്. അവൾക്ക് പേടിയാണ്. ഒരുപാട് പേര് ആനയൂട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി, ഇതാണ് കേട്ടോ. അത് ഞങ്ങളിങ്ങനെ ചർച്ചയിലായിരുന്നു, വേറൊരു അമ്പലത്തിലേക്കും കൂടെ പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂർ തിരുവേങ്കട ചലപതി ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്ന് പറയുകയാണ്. ലീവുള്ള ദിവസങ്ങളിലാണല്ലോ മക്കളെയും കൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ പുറത്തേക്ക് വന്നു. അവിടെ ഇപ്പം എന്താണ് നമ്മുടെ ഐസ്ക്രീം അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോവുകയാണേ. ഇത് ജിനുവും ഫാമിലിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇട്ടാപ്പുട്ടിയും ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞ മക്കള് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ മക്കൾക്ക് എന്തൊക്കെയോ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ജിനു അയ്യോ വീഡിയോ എടുക്കുകയാണോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പം കൃഷ്ണ എല്ലാവരുടെ പറയുന്നുണ്ട് വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഗുരുവായൂർ തിരുവേങ്കട ചലപതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മുടെ കാളിയനിലാണ് എല്ലാവരും കൂടെ പോകുന്നത്. രേഷ്മയും മക്കളും കൃഷ്ണയും മക്കളും
ഞങ്ങളും എല്ലാവരും കൂടെ അങ്ങനെ ഗുരുവായൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. ഓക്കെ, ബൈ.